അപ്പോൾ എല്ലാ ഫ്രണ്ട്സും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു കിടിക്കാച്ച് വെറൈറ്റി വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ റോഡ് ടു 1K ഫാമിലിയാണ് ഗൈസ്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ സബ് ചെയ്യാൻ പറയണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കട്ടയ്ക്ക് നമ്മുടെ കൂടെ നിൽക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് മണി ഹൈസ്റ്റ് ആണ്. അപ്പം ഏകദേശം ആൾക്കാർ മണി ഹൈസ്റ്റ് എന്ന് പറയും, ഹിസ്റ്റ് എന്ന് പറയും, ഹീസ്റ്റ് എന്ന് പറയും. അപ്പോൾ കറക്റ്റ് നിങ്ങൾ എന്താണ് ആ ഒരു മണി ഹീസ്റ്റ് ആണോ ഹൈസ്റ്റ് ആണോ ഹേസ്റ്റ് ആണോ എന്താണ് നിങ്ങൾ പറയണമെന്നും കൂടെ നമ്മളെ കമന്റ് ബോക്സിൽ തീർച്ചയായും കമന്റ് ഇടും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോയാലോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫ്രീ ഫയർ മണി ഹൈസ്റ്റ് ഒഫീഷ്യൽ കൊളാബറേഷൻ കമ്മിങ് ഇൻ സെപ്റ്റംബർ. അപ്പോൾ തന്നെ നമുക്കൊരു ക്ലൂ തന്നിട്ടുണ്ട്. നമുക്ക് സെപ്റ്റംബറിലാണ് നമ്മുടെ ബർമുഡ പ്ലാൻ വരുന്നതെന്നുള്ള ഒരു ക്ലൂ ആണ് അത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഒഫീഷ്യൽ വീഡിയോ എത്ര ഫ്രണ്ട്സിനാണ് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ കമന്റ് ബോക്സിൽ തിരിച്ചൊന്ന് കമൻറ്റ് ഇടുക. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഇന്നലെ ഒരു ഇമോട്ടിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ആ ഇമോട്ടിലിട്ട ഒരു വീഡിയോയുടെ ഒറിജിനൽ ക്ലിപ്പ് ഇതാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ഒറിജിനലുള്ള ഒരു ക്ലിപ്പ്. ഓക്കെ, അപ്പോൾ എത്ര ഫ്രണ്ട്സിനാണ് ഈ ഒരു ഇമോട്ടിൻ കാര്യം ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ കമന്റ് ബോക്സിൽ തീർച്ചയായും കമൻറ്റ് ഇടുക. ഓക്കെ, നമ്മളപ്പോൾ അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മുടെ കാറാണ്. നമ്മുടെ മണി ഹൈസ്റ്റിന് വേണ്ടി അവർ പ്രത്യേകം നമ്മുടെ ബ്ലൂ കാറിന് കുറച്ച് സ്കിന്നും കാര്യങ്ങളൊക്കെ കൊടുത്തു. എനിക്ക് ഇഷ്ടപ്പെട്ടു റെഡ് ആൻഡ് ബ്ലാക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് കൂടെ നമ്മളെ കമന്റ് ബോക്സിൽ തീർച്ചയായും കമൻറ്റ് ഇടുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ വിചാരിക്കുമ്പോൾ ഞാനാണ് ഫസ്റ്റായിട്ട് ഇടുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്താ നല്ലൊരു റിയാലിറ്റി മീൻസ് കറക്റ്റായിട്ട് ആ ഒരു കാറിന് ചേരുന്നുണ്ട് ആ ഒരു ഇതെല്ലാം. എനിക്ക് ആ ടയർ കണ്ടപ്പോൾ കുറച്ചൊരു റിയാലിറ്റിയുടെ ഒരു ടയറിൻ്റെ ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട് അവർ ആ ഒരു ഇതിന്, ഈ ഒരു കാറിന് തന്നെ. പെയിൻറ്റിങ് കാര്യങ്ങളായാലും കുറച്ച് ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് കൂടെ പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത നൈസായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്കേറ്റിംഗ് ബോർഡാണ്. ഓക്കെ, എൻ്റെ മോനെ നമ്മുടെ ഡോളറൊക്കെ പോണുണ്ടോ ക്യാഷ്. ഇത് എന്താ നമ്മൾ പറയത്തില്ലേ ക്യാഷുള്ളതിൻ്റെ കളിയാണ്, അങ്ങനത്തെ തന്നെ എൻ്റെ മോനെ വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കൂടെ നമ്മളെ കമന്റ് ബോക്സിൽ തീർച്ചയായും ഒന്ന് കമൻറ്റ് ഇടുക. ഓക്കെ, ഏതായാലും എൻ്റെ ഒരു ബേസിലാണെങ്കിൽ എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാണാൻ എന്താ ഒരു കിടിലൻ ലുക്ക് എന്ന് പറഞ്ഞാൽ കിടിലൻ ലുക്ക്. ഇപ്പോൾ നമുക്ക് കുറച്ച് ഇതിൽ വന്നാലും ഒരു വെറൈറ്റി സ്കേറ്റിംഗ് ബോർഡും കൂടെയാണിത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മളെ പാരച്യൂട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പാരച്യൂട്ട്, മണി ഹൈസ്റ്റിൻ്റെ പാരച്യൂട്ട്. എത്ര ഫ്രണ്ട്സിനാണ് ഈ ഒരു പാരച്യൂട്ട് ഇഷ്ടപ്പെട്ടതെന്നൂടെ പറയാം. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ക്ലാരിറ്റി ഉള്ള വീഡിയോ ഞാൻ തൊട്ട് പിന്നാലെ ഇടുന്നുണ്ട്. ഓക്കെ, ഫേസൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മളെ ക്ലാരിറ്റി ഉള്ള വീഡിയോ. എങ്ങനെയുണ്ട് ഗൈസ്? കറക്റ്റ് മണി ഹൈസ്റ്റിൻ്റെ മുഖം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇത്രയും നാളുള്ള ഒരു പാരച്യൂട്ട് എന്നുള്ള ഈ ഒരു പാരച്യൂട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കൂടെ നമ്മളെ കമന്റ് ബോക്സിൽ തീർച്ചയായും ഒന്ന് കമൻറ്റ് ഇടുക ഗൈസ്. ഓക്കെ, നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മളെ ഗ്ലൂ വാളാണ് ഗൈസ്, ഗ്ലൂ വാൾ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു പിക്ചർ ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് ഗ്ലൂ വാളെന്ന് സത്യം തന്നെ മനസ്സിലായി. ഇതിലല്ല, അല്ലാതെ പിക്ചറായിട്ട് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇത് ഗ്ലൂ വാളാണോ ഇല്ലെന്ന്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വീഡിയോ കിട്ടിയത്. അപ്പോൾ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളെ ഗ്ലൂ വാളാണ്. അപ്പോൾ എനിക്ക് ഏതായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ഫേസ് ആയിട്ട് എന്താ കുറച്ച് കാണാൻ പ്രത്യേക ലുക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നും കൂടെ നമ്മളെ കമന്റ് ബോക്സിൽ തീർച്ചയായും കമൻറ്റ് ഇടുക. അടുത്ത് നമ്മൾ നോക്കണം നമ്മളെ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ പാനാണ്. അപ്പോൾ പാൻ്റെ അകത്ത് വന്നിട്ട് നൈസായിട്ട് LCDP എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നമ്മളെ കമന്റ് ബോക്സിൽ തീർച്ചയായും തന്നെ മറക്കാതെ കമൻറ്റ് ഇടുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പാൻ നിങ്ങൾക്ക് എത്ര ഫ്രണ്ട്സിനാണ് ഇഷ്ടപ്പെട്ടതെന്ന് കൂടെ നമ്മളെ കമന്റ് ബോക്സിൽ തീർച്ചയായും കമൻറ്റ് ഇടുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് പറയുമ്പോൾ നമ്മളെ ബാക്ക് പാക്കാണ്. അപ്പോൾ ബാഗിൻ്റെ നൈസായിട്ട് പുറത്തൊക്കെ നമ്മുടെ മണി ഡോളറിൻ്റെ ഇതൊക്കെ വെച്ചിട്ടാണ് ഒരു ബാഗ് ഇറക്കിയിരിക്കുന്നത്. എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു. ലെവൽ 1 ബാഗ് കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ലെവൽ 2 ബാഗ് ഗൈസ് അത് വേറെ ലെവലാണ്. ഇതാണ് അപ്പോൾ നമ്മുടെ ലെവൽ 2 ബാഗ് കണ്ടപ്പോൾ എനിക്ക് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 കണ്ടവിടെ എനിക്ക് ലെവൽ 2 ബാഗാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ബാഗാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ള നമ്മളെ കമന്റ് ബോക്സിൽ തീർച്ചയായും കമൻറ്റ് ഇടുക. അപ്പോൾ ലെവൽ 2 എന്നിട്ട് ഒരു നൈസായിട്ട് ഒരു ലോക്കർ മോഡൽ ബാഗാണ്. ഓക്കെ, അതിൻ്റെ ലോക്കർ തുറന്നിരിക്കുന്നു. സൈഡിലൊക്കെ മണീസിൻ്റെ ആ ഒരു മാസ്കിൻ്റെ ആ ഒരു ഇതുണ്ട്. എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നും കൂടെ നമ്മളെ കമന്റ് ബോക്സിൽ തീർച്ചയായും കമൻറ്റ്. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കുന്ന പറയുമ്പോൾ നമ്മുടെ സാധാ ബാഗ് തന്നെ അതിൽ കുറച്ച് പെയിൻറ്റിങ് എല്ലാം എപ്പോഴും ചേഞ്ച് ചെയ്യുന്ന പോലെയാണ്. ബട്ട് ഇതിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. കുറച്ച് പെയിൻറ്റിങ് കാര്യം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ അവരൊരു
എന്താ പെയിൻറ്റിങ് കാര്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ലെവൽ 2 ബാഗ്, അതിൽ പക്ഷേ എഴുതി വെച്ചിട്ടുണ്ട് LCDP. അതിൻ്റെ മീനിങ് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ ഫുൾ ഫോം അറിയാമെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും കമൻറ്റ് ഇടുക. അതിൽ കറക്റ്റായിട്ട് അവർ നമ്മുടെ മണി ഹൈസ്റ്റിൻ്റെ ഫേസും കാര്യങ്ങൾ കൊണ്ടുവന്നു. അത് നൈസായിട്ടുണ്ട് കാണാൻ തന്നെ. സാധാ പെയിൻറ്റിങ് കാര്യം ചേഞ്ച് ചെയ്യുന്ന ബാഗായാലും എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു ഈ ഒരു ബാഗാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മളെ A94 ഗൺ സ്കിന്നാണ്. അപ്പോൾ മണി ഹൈസ്റ്റുമായിട്ട് അവർ ഒരു യുദ്ധത്തിനൊരു അവർ യൂസ് ചെയ്യുന്ന ഒരു A94 ഗണ്ണാണ്. അപ്പോൾ ഇത് അപ്പോൾ അതിനൊരു നൈസായിട്ട് ഒരു റെഡ് ഷൈനീസ് സ്കിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എബിലിറ്റി കാര്യം അറിഞ്ഞിട്ടില്ല. അപ്പോൾ അറിഞ്ഞാൽ തന്നെ അപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് നമ്മുടെ P90 ഗൈസ്. എൻ്റെ മോനെ നമ്മുടെ എന്താ പറയുക ഡോളർ വെച്ച് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ P90. എനിക്ക് സത്യത്തിൽ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കൂടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മാത്രം മതി ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ P90യുടെ എബിലിറ്റി വരെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എപ്പോഴാണ് എനിക്ക് കിട്ടുന്നത് അപ്പം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം ഗൈസ്. ഓക്കെ, അപ്പോൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ആരും തന്നെ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ ഒന്ന് വാച്ച് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വീഡിയോയും കാര്യങ്ങളും തന്നെയാണ്. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ എയർഷിപ്പാണ്. എയർഷിപ്പിനെ തന്നെ പ്ലാൻ ബെർമൂഡ അതുപോലെ തന്നെ മണി ഹേസ്റ്റിൻ്റെ ഒരു ഫേസൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു. മണി ഹേസ്റ്റ് വരുന്നതോടെ നമ്മളെ ഫ്രീ ഫയർ അങ്ങ് മാറാൻ പോവാണ് ഗൈസ്. എനിക്ക് അങ്ങനെയാണ് തോന്നണത് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കൂടെ നമ്മളെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും കമൻറ്റ് ഇടുക. എൻ്റെ മോനെ OP സാധനം പ്ലെയിനിനെ അപാര ഈ വേറെ ലെവൽ പെയിൻറ്റിങ് കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്ന മണി ഹൈസ്റ്റിൻ്റെ റെഡും ബ്ലാക്കും നമ്മൾ കാണുമ്പോൾ സത്യം ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു പെയിൻറ്റിങ് കാര്യം ഇഷ്ടപ്പെട്ടില്ല നമ്മളെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും തന്നെ കമൻറ്റ് ഇടുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകണമെന്ന് പറയുമ്പോൾ നമ്മുടെ എയർ ഡ്രോപ്പാണ് ഗൈസ്. എയർ ഡ്രോപ്പ് എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. സത്യത്തിൽ ഇത് എയർ ഡ്രോപ്പ് കാണാൻ തന്നെ ഒരു രക്ഷയില്ല. ഭയങ്കര ലുക്കാണ്. ഒരു റെഡും മണി ഹൈസ്റ്റിൻ്റെ ഫേസും അതേപോലെ തന്നെ നമ്മുടെ പ്ലാൻ ബെർമൂഡ എന്ന് നമ്മുടെ എയർ ഡ്രോപ്പിൽ തന്നെ അവർ എഴുതി വയ്ക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എപ്പോഴാണ് നമ്മളെ ഗെയിമിൽ വരികയെന്ന് അറിയത്തില്ല. വന്നതോടെ തന്നെ ഭയങ്കര ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത് നമ്മുടെ മണി ഹൈസ്റ്റ് ഒന്നോടെ. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം എനിക്കറിയത്തില്ല എന്താണ് സംഭവം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും മറക്കാതെ തന്നെ നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. കാരണം എനിക്കിത് എന്താണെന്ന് അറിയേണ്ട ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഓക്കെ, ആകാംക്ഷ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന പറയുമ്പോൾ നമ്മളെ ലോബിയിൽ വന്നിട്ട് നമ്മൾ ഗിഫ്റ്റ് ഇടുന്ന സംഭവമാണ്. അപ്പോൾ ഇത് പിന്നെ ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുകൂടെ നമ്മളെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും കമൻറ്റ് ഇടുക ഗൈസ്. അപ്പോൾ നമ്മുടെ പെറ്റിന് സഹിതം അവർ മണി ഹൈസ്റ്റിൻ്റെ എന്താ പറയുക കോസ്റ്റ്യൂം കാര്യം കൊടുത്തിരിക്കുകയാണ്. ഫസ്റ്റ് അത് പറയുകയാണെങ്കിൽ പെറ്റിന് സഹിതം അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു 3 പെറ്റിൻ്റെ ഇതിൽ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാ പെറ്റിനും കാണാതിരിക്കത്തില്ല. അപ്പോൾ ഞാൻ വെച്ച് ആരും തന്നെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ റോഡ് ടു 1K ഫാമിലിയാണ് ഗൈസ്. അപ്പോൾ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ ചാനൽ സബ് ചെയ്യാൻ പറയുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ നൈറ്റ് ടൈം ലൈവൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ടീം കോഡ് കൊടുത്താണ് ലൈവ് വരുന്നത്. അപ്പോൾ മാക്സിമം ലൈവിലോട്ട് കയറി നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു കിടക്കാച്ച് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.